ലോകശക്തികൾ തങ്ങളുടെ വാക്കുകളിലൂടെ തന്നെ ശക്തി തെളിയിക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ആ ശക്തികളുടെ ഇടയിൽ തലകുനിക്കാതെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇറാനാണ്. സമ്മർദ്ദങ്ങളും ഉപരോധങ്ങളും ഭീഷണികളും പതിറ്റാണ്ടുകളായി നേരിട്ടിട്ടും തങ്ങളുടെ അഭിമാനവും വിട്ടുകൊടുക്കാതെ നിലകൊണ്ട ഒരു രാഷ്ട്രം. ലോകരാഷ്ട്രീയത്തിൽ പലരും വാക്കുകൾ കൊണ്ട് അധികാരം നേടാൻ ശ്രമിക്കുമ്പോൾ ഇറാൻ പ്രവർത്തനത്തിലൂടെയും ധൈര്യത്തിലൂടെയും സ്വന്തം സ്ഥാനം ഉറപ്പിച്ച രാജ്യമെന്ന നിലയിൽ മാറിയിരിക്കുന്നു. അതേസമയം ഇറാനുമായുള്ള സൈനിക സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ പ്രതിരോധ രംഗത്ത് നിർണായക നീക്കവുമായി അമേരിക്ക രംഗത്തെത്തിയിരിക്കുകയാണ്. പേർഷ്യൻ ഗൾഫിൽ പെട്രോളിംഗിനും നിരീക്ഷണത്തിനുമായി അത്യാധുനിക ഡ്രോൺ ബോട്ടുകൾ US സൈന്യം വിന്യസിച്ചു. സജീവ യുദ്ധ സാഹചര്യത്തിൽ ഈ സാങ്കേതികവിദ്യ ഔദ്യോഗികമായി ഉപയോഗിക്കുന്നത് ഇതാദ്യമായാണെന്ന് അമേരിക്ക സ്ഥിരീകരിച്ചു. ഇറാനെ പ്രതിരോധിക്കാനുള്ള അമേരിക്കയുടെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക പദ്ധതിയുടെ ഭാഗമായാണ് ഈ വിന്യാസം. ഗ്ലോബൽ ഓട്ടോണമസ് റിക്കണസൻസ് ക്രാഫ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഈ ബോട്ടുകൾ സ്ഫോടക വസ്തുക്കൾ വഹിക്കാനും ശത്രു ലക്ഷ്യങ്ങളെ ആക്രമിച്ചു തകർക്കാനും ശേഷിയുള്ളവയാണ്. മേരി ലാൻഡ്സ് ആസ്ഥാനമായുള്ള ബ്ലാക്ക് സീ എന്ന കമ്പനിയാണ് 5 മീറ്റർ മാത്രം നീളമുള്ള ഈ അതിവേഗ ബോട്ടുകൾ വികസിപ്പിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം 2200 നോട്ടിക്കൽ മൈലിലധികം ഈ ഡ്രോൺ ബോട്ടുകൾ കടലിൽ പെട്രോളിംഗ് നടത്തി. മേഖലയിലെ സുരക്ഷാ ഭീഷണികൾ തത്സമയം നിരീക്ഷിക്കാൻ ഈ സംവിധാനം സഹായിക്കുമെന്ന് US നാവികസേന വിലയിരുത്തുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഡ്രോൺ ബോട്ടുകൾ വലിയ പ്രഹരശേഷി തെളിയിച്ചതിന് പിന്നാലെയാണ് അമേരിക്കയും ഇവ ഉപയോഗിക്കുന്നത്. പേർഷ്യൻ ഗൾഫിലൂടെയും ഹോർമൂസ് കടലിടുക്ക് വഴിയും കടന്നുപോകുന്ന എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങളെ തടയുകയാണ് ഈ നീക്കത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. ഡ്രോൺ ബോട്ടുകളുടെ വിന്യാസത്തോടെ കടൽ യുദ്ധത്തിന്റെ രീതിശാസ്ത്രം തന്നെ മാറുമെന്നാണ് കരുതപ്പെടുന്നത്. ചരിത്രത്തിന്റെ ആഴത്തിൽ നിന്ന് ഉയർന്ന ഒരു സംസ്കാരം, ശക്തമായ ദേശീയ തിരിച്ചറിവ്, പുറത്തുനിന്നുള്ള ഇടപെടലുകൾക്കെതിരെ ഒരിക്കലും വഴങ്ങാത്ത മനോഭാവം, ഇതെല്ലാം ചേർന്നതാണ് ഇന്നത്തെ ഇറാൻ. അവർക്ക് അധികാരം ഒരു പദവിയല്ല, അതൊരു ഉത്തരവാദിത്വമാണ്. സ്വാതന്ത്ര്യം ഒരു ആശയം മാത്രമല്ല, അതവരുടെ ജീവനും ആത്മാവും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ വലിയ ശക്തികൾ പോലും സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഇറാൻ മറുപടി നൽകുന്നത് തലകുനിക്കാതെ മറിച്ച് നേർക്കുനേർ നിന്നാണ്. ഇതാണ് ഇറാനെ വേറിട്ട് നിർത്തുന്നത്. അവർക്ക് വേണ്ടത് അംഗീകാരമല്ല, സ്വാഭിമാനമാണ്. അവർക്ക് വേണ്ടത് അനുകൂലതയല്ല, സ്വയം തീരുമാനമെടുക്കാനുള്ള അവകാശമാണ്. ഈ ആത്മവിശ്വാസവും ഉറച്ചു നിലപാടും കൊണ്ടാണ് ഇറാൻ ഇന്ന് ലോകരാഷ്ട്രീയത്തിൽ ഒരു ശക്തമായ ശബ്ദമായി നിലകൊള്ളുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ വിവാദ പരാമർശവും അതിന് ഇറാൻ നൽകിയ പരിഹാസപൂർണമായ മറുപടിയും കൂടുതൽ ശ്രദ്ധ നേടുകയാണ്. ഇറാൻ തന്നെ അവരുടെ സുപ്രീം ലീഡറാക്കാൻ ക്ഷണിച്ചുവെന്നും എന്നാൽ താൻ അത് നിരസിച്ചുവെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ഈ വാദം രാഷ്ട്രീയ തമാശയല്ല, മറിച്ച് ഒരു വലിയ ജിയോ പൊളിറ്റിക്കൽ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. മാർച്ച് 25 നടന്ന നാഷണൽ റിപ്പബ്ലിക്കൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ വാർഷിക ഫണ്ട് റൈസിംഗ് ഡിന്നറിലാണ് ട്രംപ് ഈ വിവാദ പരാമർശം നടത്തിയത്. വേദിയിൽ ആത്മവിശ്വാസത്തോടെ സംസാരിച്ച അദ്ദേഹം, ഇറാൻ എന്നോട് പറഞ്ഞത് നിങ്ങളെ അടുത്ത സുപ്രീം ലീഡറാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, എന്നാൽ ഞാൻ അവരോട് പറഞ്ഞത് ഇല്ല, നന്ദി, എനിക്ക് അത് വേണ്ട എന്നായിരുന്നു. ഈ വാക്കുകൾ കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർക്കിടയിൽ ചിരിയും ആശ്ചര്യവും ഒരുമിച്ചുയർന്നു. ട്രംപിന്റെ രാഷ്ട്രീയ ശൈലി അറിയാവുന്നവർക്ക് ഇത് അത്ര അതിശയകരമല്ല. പലപ്പോഴും വിവാദങ്ങളും അതിരുകടന്ന അവകാശവാദങ്ങളും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. എന്നാൽ ഈ പ്രസ്താവനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. കാരണം ഇത് ഒരു വ്യക്തിപരമായ രാഷ്ട്രീയ പ്രസംഗം മാത്രമല്ല, മറിച്ച് ഒരു വിദേശ രാജ്യത്തിന്റെ ആഭ്യന്തര നേതൃത്വത്തെക്കുറിച്ചുള്ള പരാമർശവുമായിരുന്നു. ഇതിന് പിന്നാലെ ട്രംപ് വീണ്ടും ആവർത്തിച്ച മറ്റൊരു വാദവും ശ്രദ്ധേയമാകുകയാണ്. ഇറാൻ അമേരിക്കയുമായി ചർച്ചകൾ നടത്താൻ ശ്രമിക്കുന്നുവെന്നും അവർ ഒരു കരാർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇതിലൂടെ അദ്ദേഹം ഒരു സന്ദേശം നൽകാൻ ശ്രമിച്ചു. ഇറാൻ സമ്മർദ്ദത്തിലാണെന്നും അമേരിക്കയുടെ മുന്നിൽ വഴങ്ങാൻ തയ്യാറാണെന്നും. എന്നാൽ ഈ വാദങ്ങൾ ഇറാൻ ശക്തമായി തള്ളിക്കളഞ്ഞു. ഇറാനിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതികരണം വളരെ വ്യക്തവും കർശനവുമായിരുന്നു. ഇത് യുക്തിരഹിതവും അടിസ്ഥാനരഹിതവുമായ ഒരു അവകാശവാദമാണ് എന്ന് ഇറാൻ വ്യക്തമാക്കി. അവർ അമേരിക്കയുമായി യാതൊരു തരത്തിലുള്ള ചർച്ചകളിലും ഏർപ്പെട്ടിട്ടില്ലെന്നും വ്യക്തമാക്കി. ഇവിടെ ശ്രദ്ധേയമായത് ഇറാന്റെ മറുപടി വെറും നിഷേധത്തിൽ ഒതുങ്ങിയില്ല എന്നുള്ളതാണ്. അവർ പരിഹാസം ഉപയോഗിച്ചാണ് പ്രതികരിച്ചത്. ഇറാന്റെ സായുധ സേനയുടെ വക്താവ് പറഞ്ഞത്, നിങ്ങളുടെ ആന്തരിക രാഷ്ട്രീയ പോരാട്ടം നിങ്ങൾ സ്വയം സംസാരിക്കുന്ന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ടോ എന്നായിരുന്നു. ഈ വാക്കുകൾ ഒരു സാധാരണ പ്രതികരണം മാത്രമല്ല, മറിച്ച് ട്രംപിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒരു ശക്തമായ രാഷ്ട്രീയ സന്ദേശവുമായിരുന്നു. ഇറാന്റെ ഈ സമീപനം അവരുടെ രാഷ്ട്രീയ സംസ്കാരത്തെ വ്യക്തമാക്കുന്നു. അവർ പലപ്പോഴും നേരിട്ടുള്ള മറുപടികൾക്കൊപ്പം പരിഹാസവും ഉപയോഗിക്കുന്നു. ഇത് ഒരു തന്ത്രമാണ്, എതിരാളിയെ നിഷേധിക്കുന്നതല്ല, മറിച്ച് അവരെ പൊതുവേദിയിൽ അപമാനിക്കുന്ന രീതിയിൽ മറുപടി നൽകുക എന്നുള്ളത്. വർഷങ്ങളായി അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും സാമ്പത്തിക ഉപരോധങ്ങളും നേരിട്ടിട്ടും അവർ അവരുടെ സ്വാതന്ത്ര്യവും അഭിമാനവും സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ നിലപാട് വ്യക്തമാണ്. അവർക്ക് സ്വന്തം വഴിയുണ്ടെന്നും മറ്റാരുടെയും നിയന്ത്രണത്തിൽ അവർ വരില്ലെന്നും. ഇറാൻ ഒരു സാധാരണ രാജ്യമല്ല, പുരാതന സംസ്കാരവും ശക്തമായ രാഷ്ട്രീയ പാരമ്പര്യവുമുള്ള ഒരു രാഷ്ട്രമാണ്. അവരുടെ ചരിത്രം തന്നെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടങ്ങളാൽ നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അവർ പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങളെ എളുപ്പത്തിൽ അംഗീകരിക്കുന്നുമില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.